എന്തായിരുന്നു മാങ്ങാണ്ടി പ്രതിരോധ ചോദ്യം ഇത്രയും കാലം? പരാതി എവിടെ, പരാതി എവിടെ, പരാതിയില്ലല്ലോ, AI ആണെന്നൊക്കെ പറയുന്ന മണല് കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഫാൻസുകാരുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകാൻ ആ പെൺകുട്ടി ഒടുവിൽ തയ്യാറായിരിക്കുകയാണ്. നിൽക്കക്കള്ളിയില്ലാതെ വന്ന ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി പരാതി കൊടുക്കാതെ ഇത്രയും കാലം ആ വേദന സഹിച്ചു. ഒടുവിൽ ആ തീരുമാനം അവൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രിക്ക് അതിജീവിത പരാതി നൽകിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗികാരോപണമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിൽ ആ പെൺകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ്. ദുരനുഭവം നേരിട്ട യുവതി ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രത്തിന് വിധേയമാക്കി എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. സെക്രട്ടേറിയറ്റിലെത്തിയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഏതൊരു സർവപ്രതാപിയായ ഫ്രോഡിനും കാലം കരുതി വച്ചിരിക്കുന്ന ഒരു സമ്മാനം ഇതൊക്കെയാണ്. എന്തൊക്കെയായിരുന്നു? ഇനിയിപ്പോ എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ദിലീപും കുറെ കാലം ഇതുപോലെ നിയമത്തിന്റെ വഴിയിലൊക്കെ പോയിട്ട് വന്നത് തന്നെയാണ്. പക്ഷേ പൊതുമധ്യത്തിൽ നിൽക്കാൻ യാതൊരു തരത്തിലും ഒരവകാശവുമില്ലാത്ത, ജനപ്രതിനിധിയാകാൻ അവൻ്റെ ഞരമ്പൻ പ്രവൃത്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു സ്ത്രീയെ നോക്കൂ, അവൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ക്രിമിനൽ മനോഭാവം എന്താണെന്ന് ആലോചിക്കുക. വിവാഹിതയായിട്ടുള്ളൊരു സ്ത്രീയാണ്. ഈ നാട്ടിൽ പരസ്ത്രീ ബന്ധമെന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. പക്ഷേ ഇവൻ്റെ ഒരു ഉദ്ദേശം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് അവൾ പ്രഗ്നൻസി വേണ്ട എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് ഒരു കുഞ്ഞ് വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. ഇവൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഒരു വിവാഹം കഴിച്ച വ്യക്തിയുണ്ട്, അയാളുടെ തലയിലേക്ക് ഒരു ഗർഭം കെട്ടിവെച്ചിട്ട് പോകാം, എനിക്കിതിൽ പിന്നീട് എന്ത് ചെയ്യേണ്ട, കുരുങ്ങേണ്ട കാര്യമില്ല, അവക്ക് വിവാഹിതനായി അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഒപ്പമുണ്ട്, അവൻ്റെ തലയിലേക്ക് ഗർഭം എറിഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ആ വ്യക്തിയുടെ അവകാശത്തിന് പോലും ഇവൻ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? അത്രയും ഫ്രോഡ് ചിന്താഗതിയുള്ളൊരു വ്യക്തി. പക്ഷെ ആ പെൺകുട്ടി അവിടെ ഒരു മാന്യത കാട്ടി. ഒപ്പം ജീവിച്ച മനുഷ്യൻ്റെ തലയിലേക്ക് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാനോ അയാളെ ചതിക്കാനോ വഞ്ചിക്കാനോ തയ്യാറായില്ല. ചതിച്ചോ വഞ്ചിച്ചോ എന്നുള്ളതൊക്കെ മറ്റു കാര്യങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് സന്ദർഭത്തിലാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ ഉണ്ടായതെന്ന് നമുക്കറിയില്ല. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, ഈ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി നടക്കുന്നതാണ്. ഈ സഹോദരൻ ആയിട്ട് ചില ആൺ സുഹൃത്തുക്കൾ നടക്കും. അതായത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ പ്രശ്നം വരുമ്പോഴത്തേക്കും ആ സന്ദർഭം മുതലാക്കിക്കൊണ്ട് ഇവർ തമ്മിലുള്ള വാക്കുതർക്കം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദുഃഖം കൊണ്ട് ഇവരോട് പറയുമ്പോൾ അതൊരു സ്പേസായി കണ്ട് അവിടെ ചൂഷണം നടത്താൻ അവസരമാക്കി മാറ്റുന്ന ചില പെവേർട്ടുകളുണ്ട്.